ഒരുപാട് പേർക്ക് ഇപ്പോഴും സംശയമുള്ളൊരു ഏരിയയാണ് ഈ കുതിരാൻ. അതായത് കുതിരാൻ ടണലുള്ളത് തൃശ്ശൂരാണോ പാലക്കാടാണെന്നുള്ളത് സംശയമാണ് ആൾക്കാർക്ക്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കുതിരാൻ ടണൽ കയറിയിട്ടില്ല, സൈക്കിളാണ് വരുന്നത്. പക്ഷേ ഞാൻ തൃശ്ശൂരിൽ നിന്നല്ല വരുന്നത്, പാലക്കാട് നിന്നാണ് വരുന്നത്. അപ്പോൾ ആ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ടണൽ കയറി ഇറങ്ങിയിട്ടും 1 കിലോമീറ്റർ മേലെ പോയി കഴിയുമ്പോൾ വാണിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ബോർഡർ വരുന്നത്, അതായത് തൃശ്ശൂർ പാലക്കാട് ബോർഡർ വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ പുറകെ കാണുന്ന തുരങ്കം കണ്ട, അപ്പോൾ പാലക്കാട് നിന്ന് തുരങ്കം ഇറങ്ങുമ്പോൾ ലെഫ്റ്റിൽ കാണുന്ന ആ സൈഡിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. എപ്പോഴും ഞാൻ എടുക്കണമെന്ന് ചോദിക്കും, പക്ഷേ 2 വീലർ നിർത്താനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഇന്ന് സൈക്കിളിൽ വന്നു അവിടെ നിന്ന് പാലക്കാട്. അപ്പോൾ ഈ കുതിരാനിലെ വെള്ളച്ചാട്ടവും അതുകൂടാതെ കുതിരാനിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒന്ന് കാഴ്ച കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കണം, തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. അപ്പോൾ കുതിരാനുള്ളത് ടണലുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്, പാലക്കാട് ജില്ലയിലല്ല. പാലക്കാട് ടണൽ എന്ന് പറഞ്ഞിട്ടാണ് ചിലരൊക്കെ പറയുന്നത്. ടണലിൻ്റെ സൈഡിൽ മുകളിൽ നിന്നും പച്ചപ്പിൻ്റെ ഇടയിലൂടെ ആ വെള്ളം വീഴുന്ന കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കവർ ചെയ്യാൻ വേണ്ടി ഇതിന് മുമ്പ് ഞാൻ വന്നതാണ്, പക്ഷേ അന്ന് എൻ്റെ സൈക്കിൾ പഞ്ചറായി, ഞാൻ തിരിച്ചുപോയി. പിന്നീട് എറണാകുളത്ത് നിന്ന് വന്ന സമയത്ത് ഇതേപോലെ വണ്ടി നിർത്തി, പക്ഷെ അന്ന് നല്ല മഴയായിരുന്നു. പിന്നെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് മാത്രം വണ്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അന്നും ഇതേപോലെ കുറച്ച് കവർ ചെയ്തിട്ട് റിട്ടേൺ പാലക്കാടേക്ക് പോയി. ഇന്നിപ്പോൾ പാലക്കാട് വന്നപ്പോൾ പിറ്റേ ദിവസം തന്നെ സൈക്കിളായിട്ട് ഇറങ്ങി. 22 കിലോമീറ്റർ ഉള്ളൂ. അതായത് പാലക്കാട് ടണൽ കയറി, പാലക്കാട് നിന്ന് വരുമ്പോൾ ടണൽ കയറിയിട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക്, രണ്ടും തൃശ്ശൂർ ഭാഗമാണ്. തൃശ്ശൂർ ഭാഗത്തേക്ക് ഇറങ്ങി കാണുന്ന ലെഫ്റ്റിൽ തന്നെ കാണുന്ന വണ്ടി അവിടെ ഒതുക്കാൻ പറ്റില്ല. സൈക്കിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല, സൈക്കിൾ ഒതുക്കി വെച്ച് നേരെ വീഡിയോ എടുത്ത് അപ്പോഴാണ് മുകളിലേക്ക് ശ്രദ്ധിക്കുന്നത്. കാരണം അവിടെ മണ്ണിടിഞ്ഞിട്ടുണ്ട് കുറച്ച്. ഈ അടുത്ത് കുതിരാനിലെ ന്യൂസ് നിങ്ങൾ വായിച്ച് കാണും. അപ്പോൾ അത് വലിയ ഇടിച്ചിലൊന്നുമില്ല, എന്നാലും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വെള്ളം വീഴുന്ന കാഴ്ച മനോഹരമായ കാഴ്ചയാണ്. അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അത് നിങ്ങളവിടെ നിന്ന് പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു. ഒരുപാട് തവണ ഞാൻ ഇതേപോലെ കുതിരാനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. സൈക്കിളിൽ ഇപ്പോൾ 2ാമത്തെ തവണ. സൈക്കിളിൽ പോരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റിഫ്ലക്ടർ മസ്റ്റായിട്ടും വേണം. ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകണം, അപ്പോൾ ചെറിയ വാഹനങ്ങൾ ചിലപ്പോൾ അവരെ ശ്രദ്ധപ്പെടില്ല. അപ്പോൾ റിഫ്ലക്ടർ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. പേടിച്ചിട്ടൊക്കെയാണ് കുതിരാൻ കവർ ചെയ്ത് പോകുന്നത്, അത്രമാത്രം വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വണ്ടി ഒതുക്കാൻ പറ്റിയത് ഈ സൈക്കിൾ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ വണ്ടി ഒതുക്കാൻ പറ്റില്ല. കാരണം ടണലിനോട് ചേർന്ന് തന്നെയാണ്, ഇറങ്ങുമ്പോൾ തന്നെ ചേർന്ന് തന്നെയാണ് ഈ വെള്ളം വീഴുന്ന കാഴ്ച. അല്ലെങ്കിൽ ഇത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാൻ പറ്റിയ അതിയായ സന്തോഷം. ഇതേപോലത്തെ മനോഹരമായ വീഡിയോയുമായി വീണ്ടും വരും. അതൊരു നമസ്കാരം.